അപ്പോൾ നമ്മളെങ്ങനെ മന്തി റൈസ് പ്ലെയിൻ മന്തി റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അതിനകത്ത് നമ്മൾ ചാർക്കോൾ ഇട്ട് പുകയ്ക്കുന്നൊന്നുമില്ല, അല്ലാതെ തന്നെ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലും ശകലം നെയ്യും ഒഴിച്ച് അത് ചൂടായി വരുമ്പോഴത്തേനും അതിനകത്ത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, വയനയില എല്ലാം ഇട്ട് പയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ഇട്ട് വഴറ്റുക. വഴറ്റി അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും അതിനകത്തിട്ട് ഡ്രൈ ലെമണും പിന്നെ അതിന് വേണ്ട മസാലകളാണ് പിന്നെ ചേർക്കേണ്ടത്. മസാല എന്ന് പറഞ്ഞാൽ മാഗി ക്യൂബ്സും പിന്നെ ബിരിയാണി മസാലയോ അല്ലെങ്കിൽ മന്തി മസാല ഉണ്ടെങ്കിൽ അത് 2 സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഇന്ന് എടുത്തേക്കുന്നത് ഫിഷ് ഫില്ലറ്റും ചിക്കൻ ആണ്. ചിക്കൻ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്, ഫിഷും വറുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സവാളയെല്ലാം വഴണ്ട് കഴിയുമ്പോഴത്തേനും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെക്കുക. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫിഷ് ഒന്ന് മറിച്ചിടാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ബിരിയാണി അരി ചേർക്കാം. അപ്പോൾ അരി ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് മൂടി വയ്ക്കുക. അപ്പോഴത്തേനും നമ്മുടെ എയർ ഫ്രയറിൽ വെച്ചേക്കുന്ന ചിക്കൻ ഏകദേശം ഒരു വശമായിട്ടുണ്ട്. നമുക്ക് മറിച്ചിടണം. അപ്പോഴത്തേനും നമ്മുടെ അരിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, ഏകദേശം ഉണ്ട്. അപ്പോൾ നമുക്ക് ഫിഷെല്ലാം നമ്മുടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതെല്ലാം ഒരു പ്ലേറ്റിട്ട് സെർവ് ചെയ്യാം. പിന്നെ അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ എയർ ഫ്രയറിൽ നോക്കിയപ്പോഴത്തേനും അതും ഓക്കെ ആയിട്ടുണ്ട്. 2 വശവും നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കതെല്ലാം ഒരു പ്ലേറ്റിട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്തിരി കളർ വേണ്ടവർക്ക് ശകലം മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ ചേർക്കാം.